ഹായ് മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് LPSA UPSA അഥവാ LP ടീച്ചർ UP ടീച്ചർ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ അഥവാ സിലബസ്, എത്ര പോസ്റ്റ് പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര പ്രതീക്ഷിക്കാം, അങ്ങനെ തുടങ്ങിയുള്ള എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, അതിനുവേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ ഈ LPSA UPSA എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ക്ലാസ്സിലെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയുകയും തുടർന്നുള്ള ദിവസങ്ങൾ LPSയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ LPSAയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് GK ആയാലും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളായാലും കറണ്ട് അഫയേഴ്സ് ആയാലും തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ഈ ഒരു ചാനലിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ ലൈവായിട്ട് ലഭിക്കാൻ വേണ്ടിയും റെക്കോർഡായിട്ട് ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുതിയ ബാച്ച് LPSA UPSAൻ്റെ പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒറിജിനൽ ഫീസിൽ നിന്നും കുറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 999 രൂപക്ക് LPSA UPSA കംപ്ലീറ്റ് ക്ലാസ്സുകൾ സൂമിലൂടെയുള്ള ക്ലാസ്സാണ്, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വളരെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കറിയാം LPSA എക്സാം ഓൾറെഡി അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞതാണ്, അപ്ലൈ ചെയ്തിട്ടുണ്ടാവുന്ന കരുതാണ്. പിന്നെ അതിൻ്റെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള 6 മാസം നമുക്ക് എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് സിലബസ് നമുക്ക് നന്നായിട്ട് കവർ ചെയ്യണം. സിലബസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കഴിയുമെങ്കിൽ 2016 മുതലുള്ള 16, 18, 20, 20, 22, 23 ക്വസ്റ്റ്യൻ പേപ്പർ അത് LPSAയും UPSAയുമായി ബന്ധപ്പെട്ട UP LP രണ്ട് എഴുതുന്ന ആളുകളാണെങ്കിൽ എഴുതുന്ന ആളാണെങ്കിൽ രണ്ടും ചെയ്യണം. പറ്റുമെങ്കിൽ HS ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സിലബസ് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, അതിൻ്റെ കൂടെ ഓരോരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ സബ്ജക്റ്റ് ക്ലാസ്സുകൾ ഉടനെ വരും. അത് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കാണുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിലൂടെ അറിയിക്കാം. ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സിലബസിലോട്ട് പോവാം. UP അതിന്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസം ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി പറഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം LPSAക്കും അഥവാ LPക്കും UPക്കും ഒരേ സിലബസ് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് സിലബസ് അല്ല, രണ്ടും ഒരേ സിലബസ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 9ഓളം സബ്ജക്റ്റുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആ കട്ട് ഓഫ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്ത് LP UP എക്സാം. ഓക്കെ, അപ്പൊ അതിൽ ഓരോ ഇതായിട്ട് ഇതിപ്പോ 2023 സിലബസിന് നമുക്ക് ഇപ്പോഴും വരുന്നത്. അതിൽ പാർട്ട് 1 കൊടുക്കുന്നുണ്ട്. പാർട്ട് 1 തന്നെ സബ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൽ 1 എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിൽ ഏതാ വരുന്നത്, ഒന്ന് കേരള ചരിത്രമാണ്. ചരിത്രം ഹിസ്റ്ററി വരുന്നുണ്ട്, കേരളം വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, വേൾഡും വരുന്നുണ്ട്. ഈ 3 ഇതിനും കൂടി നമുക്കുള്ളത് 10 മാർക്കാണുള്ളത്. കേരള ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ പഠിക്കണം. പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം പോലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകളായിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകളായിട്ട് നമുക്ക് കിട്ടും, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ വളരെ കുറഞ്ഞ ഫീസിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല സെൽഫായിട്ട് പഠിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മെന്റർ സഹായത്തോടുകൂടി പഠിക്കണമെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ഞാൻ അതിന് ശേഷം പറയാം. പിന്നെ പഠിക്കാനുള്ള കേരള നവോത്ഥാനം പഠിക്കാണ്ട്. നവോത്ഥാനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകള് വൈകുണ്ഠ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരു, അങ്ങനെ തുടങ്ങിയുള്ള ആളുകൾ വെച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കേരള നവോത്ഥാനം പഠിക്കാനുണ്ട്. പിന്നെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, കേരള ദേശീയ പ്രസ്ഥാനം ഓൾറെഡി നമ്മൾ പഠിക്കാനുണ്ട്. അത് കേരളത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു, തിരുവിതാംകൂറിൽ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശിമാനി, കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യാന്തര മണ്ഡലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ മലബാറുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്.
പിന്നെ രണ്ടാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കാനുണ്ട്. വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ വരികയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് ആണ് പഠിക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം, ISR ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയ, ചൈനീസ് സംസ്കാരങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട 2 മാർക്ക് കറണ്ട് അഫയേഴ്സും, അങ്ങനെ ടോട്ടലി 10 + 2 12 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് പഠിക്കും കേട്ടോ. പാർട്ട് 1 ക്ലോസ് 2 വരുന്നതാണ് ഭൂമിശാസ്ത്രം പഠിക്കാണ്ട്, ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികള്, മണ്ണിനങ്ങള്, ഗതാഗത മാർഗങ്ങളൊക്കെ. പിന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാണ്ട്, ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക്, ബാങ്കുകളുമായിട്ട് ദേശസാൽക്കരണം, നാഷണലൈസേഷൻ. പിന്നെ പൊളിറ്റി പഠിക്കാണ്ട്, രാഷ്ട്ര രസതന്ത്രം, അതിൽ ഇന്ത്യൻ ഭരണഘടന, അതിന്റെ പ്രത്യേകതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, ഇന്ത്യയിലെ ഗവൺമെന്റ്, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് സമൂഹശാസ്ത്രത്തിൽ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, കുടുംബം, സാമൂഹികരണം. ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം, അതിൽ നിന്നൊക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് 2 മാർക്ക്, അങ്ങനെ ടോട്ടലി 7 മാർക്കിനാണുള്ളത്. ഓക്കെ, പിന്നെ പാർട്ട് 2ലേക്ക് വരികയാണെങ്കിൽ അതിൽ തന്നെ ക്ലോസ് 1, 2, 3 ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഭൗതിക ശാസ്ത്രമാണ്, ഫിസിക്സുമായി ബന്ധപ്പെട്ട അളവുകൾ, യൂണിറ്റുകൾ, ചലനം ബന്ധപ്പെട്ട കാര്യങ്ങൾ, തരംഗ ചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരവൈദ്യുതി, അങ്ങനത്തെ കാര്യങ്ങൾ, കാന്തികത, പിന്നെ പ്രകാശത്തിന്റെ പ്രതിപതനം, അങ്ങനത്തെ തുടങ്ങിയ ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് 2 മാർക്ക്, അങ്ങനെ ടോട്ടലി 9 മാർക്ക്. പിന്നെ വരുന്ന പാർട്ട് 2 ക്ലോസ് 2 വരികയാണെങ്കിൽ രസതന്ത്രമാണ്. രസതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിള്, ലായനികള്, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രസപ്രവർത്തന വേഗം, പിന്നെ ആസിഡുകള്, ബേസിലുകള്, ലോഹങ്ങള്, ലോഹ നിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തം തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ പ്ലസ് അതിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് 2 മാർക്ക്, അങ്ങനെ ടോട്ടലി 9 മാർക്കാണ് അതൊന്ന് വരുന്നത്. പിന്നെ ജീവശാസ്ത്രമാണ് ക്ലോസ് 3 വരുന്നത്. കോശങ്ങളുടെ ഘടന, കലകള്, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതകശാസ്ത്രം, പ്രകാശസംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുത്പാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങൾ, ആരോഗ്യ പരിപാലനം, വിറ്റാമിനുകൾ, മിനറലുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്ലസ് അതിലേക്ക് 2 മാർക്ക് കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ടോട്ടലി 8 മാർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതാണ് പാർട്ട് 2 വരുന്നത്. ഓക്കെ, പിന്നെ പാർട്ട് 3ലേക്ക് മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സിമ്പിൾ അരിത്തമെറ്റിക് ആണ്, ഭിന്നസംഖ്യകള്, ദശാംശസംഖ്യകള്, വർഗം, വർഗമൂലം, ശരാശരി, പാറ്റേൺ, മാനസിക ശേഷി, സംഖ്യാ ശ്രേണികള്, പിന്നെ അതുമായി ബന്ധപ്പെട്ട അനുപാതം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, പലിശ, കൂട്ടുപലിശ, ജാമിതി, ഖണ്ഡരൂപങ്ങള്, ചെറുപൊതുഗതിയും വൻപൊതു ഘടകവും, പിന്നെ ലാഭം, നഷ്ടം, മെട്രിക് അളവുകള്, സർവ്വസമവാക്യങ്ങൾ, ബീജഗണിതം, സാഖ്യികം പോലത്തെ കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം എത്ര മാർക്കിന് വരുന്നുണ്ട്? 15 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്സുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആകെ 100 മാർക്കുള്ള, അറിയാലോ, 100 മാർക്കിനാ ക്വസ്റ്റ്യൻ. 100 മാർക്ക്, പക്ഷെ 3/4 മണിക്കൂർ ഉണ്ടാവുള്ളൂ. സോറി, 1.5 മണിക്കൂർ കേട്ടോ, 90 മിനിറ്റ്. പാർട്ട് 4ലേക്ക് വരാണ് എഡ്യൂക്കേഷൻ, ചൈൽഡ് സൈക്കോളജി ആണ് ഏറ്റവും കൂടുതൽ ടോപ്പിക് വരുന്നത് എന്നാണ്. 20 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറെന്നാണ്. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരുടെ ആശയങ്ങളും വിദ്യാഭ്യാസ എന്തെങ്കിലും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വ്യക്തിത്വം, വികാസ തലങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും, ഓക്കെ, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി D.Ed.ഉം B.Ed ഒക്കെ പഠിച്ച ആൾക്കൊക്കെ പഠിച്ചതായിരിക്കും, അവർക്കൊന്നുകൂടെ അറിയുന്നതായിരിക്കും. അഭിക്ഷമത പരീക്ഷണങ്ങൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, അഭിപ്രേരണ, മോട്ടിവേഷൻ, സമയോജന ക്രിയാതന്ത്രങ്ങൾ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ, രീതികൾ, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠനക്രിയ, പഠനതന്ത്രങ്ങൾ, പഠന വൈകല്യം, പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ പഠനം, കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസി, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ പാർട്ട് 5 20 മാർക്കാണ്. പാർട്ട് 5 ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇംഗ്ലീഷിലേക്ക് വരാൻ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ പഠിക്കാനുണ്ട്, പാരഗ്രാഫ് തന്നിട്ട്. പിന്നെ ഗ്രാമർ പഠിക്കാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓരോ അറിയല്ലോ, ലിങ്ക്, നമുക്ക് ഓക്സിലറീസ് എല്ലാം പഠിക്കാനുണ്ട്. പിന്നെ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇംഗ്ലീഷ് എന്ത് ചെയ്യുന്നുണ്ട്, 1 to 10 SCERT ബുക്കാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് അറിഞ്ഞിരിക്കുക. പാർട്ട് 6ലേക്ക് വരികയാണെങ്കിൽ മലയാളമാണ്, അത് 10 മാർക്കിന്. സാഹിത്യചരം,
കാര്യങ്ങൾ, കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, ഭാഷാപരത്തിലേക്ക് ഭാഷാ ചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ബോധന ശാസ്ത്രപരമായിട്ടുള്ള ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം. ഇത്തരം ടോപ്പിക്കുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 100 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത്. പ്രധാനമായിട്ടും വരുന്ന സബ്ജക്റ്റുകൾ ഒന്ന് മലയാളം, ഇംഗ്ലീഷ്, പിന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെഡഗോഗി, സൈക്കോളജി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ശാസ്ത്രത്തിലേക്ക് വരാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാത്സിന്റെ സിമ്പിൾ അരിത്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പൊളിറ്റി, എക്കോണമി, ജോഗ്രഫി, ഹിസ്റ്ററി. ഇത്തരം ടോപ്പിക് എന്നാണ് സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കാൻ വരുന്നത് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിന്റെ ഒരു ഏകദേശം കട്ട് ഓഫ് ഇത് നോക്കുകയാണെങ്കിൽ മാർക്ക് ഏകദേശം ഏതൊക്കെ എക്സാമിന് എത്ര വന്നു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കട്ട് ഓഫ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്ത് ചെയ്യാം, നമുക്കിത് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഷെയർ ചെയ്യാം, കട്ട് ഓഫുകൾ കാണിക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്ക്. വലിയൊരു 100 മാർക്കിലേക്ക് നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ കാര്യങ്ങൾ അറിയുന്നതായിരിക്കുമല്ലോ. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 100 ക്വസ്റ്റ്യൻസ്. അതിന് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണുള്ളത്, 90 മിനിറ്റ് ആണുള്ളത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എടുക്കാനില്ല, നമുക്കറിയാം. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളത് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ വരുന്ന ഓരോ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ, പൊതുവെ തിരുവനന്തപുരം നോക്ക്, 2014-18 റിസൾട്ട് വന്നത് 41 മാർക്ക്, 20 42. അപ്പൊ ആ റേഞ്ചിലാണ്. കൊല്ലം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കാം നമുക്ക്, 41. പത്തനംതിട്ട 30, എൽപിന്റെ ആണ്. ആലപ്പുഴ 30, കോട്ടയം 28, ഇടുക്കി 26, എറണാകുളം 34, തൃശ്ശൂർ 38, പാലക്കാട് 41, വയനാട് 32, മലപ്പുറം 50, കോഴിക്കോട് 46, കണ്ണൂർ 37 മാർക്ക്. ഓക്കെ. പിന്നെ കാസർഗോഡ് 36 മാർക്ക്. UPSC നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വ്യത്യാസം ഉണ്ട്. 2014-18 റിസൾട്ട് ഒന്ന് 20, 53, 61. അപ്പൊ ഏറ്റവും 20 വരുന്ന കട്ട് ഓഫ് ആണ്. 20-ന് ശേഷം എക്സാം നടന്നിട്ടുണ്ട്, കട്ട് ഓഫ് കറക്റ്റ് കിട്ടാത്തതാണ് അത് ഇടാഞ്ഞത്. തിരുവനന്തപുരം 61, കൊല്ലം 63, പത്തനംതിട്ട 55, ആലപ്പുഴ 54, കോട്ടയം 55, ഇടുക്കി 50, എറണാകുളം 61, തൃശ്ശൂർ 61, പാലക്കാട് 60, വയനാട് 53, മലപ്പുറം 62, കോഴിക്കോട് 66, കണ്ണൂർ 25, കാസർഗോഡ് 63. അപ്പൊ നമുക്കിത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭയങ്കര ഹൈ സ്കോർ 90-95 മാർക്കൊന്നും വേണ്ടത് നേടാൻ. ഓക്കെ, നിങ്ങളൊന്ന് ശക്തമായിട്ട് പഠിക്കാൻ, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറാണോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് മാത്രമാണ് ഈ LPSA UPSC എക്സാം എന്നുള്ളതാണ്. നമുക്ക് ശക്തമായിട്ട് അതിനുവേണ്ടി പഠിക്കാം. ഇപ്പൊ സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ വരുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു മെന്റർ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം LPSA UPSA പഠിക്കുന്നവർക്ക് വേണ്ടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ആണ്. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള മെന്ററിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്പറുമായിട്ട് 8590-840-250 എന്നുള്ള നമ്പറിലോട്ട് ബന്ധപ്പെടാവുന്നതാണ്. വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. എങ്ങനെയാണെങ്കിലും സ്റ്റെപ്പ് നന്നായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്ലാനിങ്ങും സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും LPSA UPSCയുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾ അറിയേണ്ട വ്യത്യസ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വീഡിയോസ് ആയിട്ട് ഇടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.